ശബരിമല വിഷയത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അകത്തുനിന്നും പുറത്തുനിന്നും പങ്കാളികളായ എല്ലാവരെയും അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഷ്ണു ഉണ്ട് സമഗ്രമായ വിവരങ്ങൾ നൽകുന്നതിനായി. വിഷ്ണു, ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ശബരിമല വിഷയത്തിൽ ഹൈക്കോടതിക്കും സംസ്ഥാന സർക്കാരിനും ഒരേ നിലപാടാണെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്ക് ലഭിക്കും എന്നതുമാണ് ഇന്ന് ദില്ലിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു ശബരിമല വിഷയത്തിൽ വലിയ തരത്തിലുള്ള ചില ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ അയ്യപ്പ സംഗമം തകർക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം ഗൂഢാലോചന നടന്നത്. ഇതിന്റെ ഭാഗമായി കൊണ്ടാണ് അയ്യപ്പ സംഗമം നടക്കുന്ന വേളയിൽ ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷേ അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തി വലിയ വിവാദമായെങ്കിലും അത് അന്വേഷണം ചെന്നെത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നാണ് പീഠം ലഭിക്കുന്നത്. പിന്നീട് നടന്ന പരിശോധനയിലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നത് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. എന്തായാലും കർശനമായിട്ടുള്ള നടപടി തന്നെയായിരിക്കും കുറ്റക്കാർക്കെതിരെ ഉണ്ടാവുക എന്നതാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. ഗവൺമെൻറ്റും ഹൈക്കോടതിയും രണ്ട് ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേ ഉള്ളൂ. ഇതിൽ കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവർ നിയമത്തിൻ്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെൻറ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു. വലിയ രാഷ്ട്രീയ ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അത് പ്രത്യേകിച്ച് അയ്യപ്പ സംഗമം അത് മുടക്കാൻ പോലും ചിലർ ശ്രമിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ബദൽ അയ്യപ്പ സംഗമം നടത്തിയവർക്ക് പോലും ഇത്തരം ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ഇതെല്ലാം പുറത്തുവരും എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. എല്ലാ രാഷ്ട്രീയ തലത്തിലല്ലാതെ വേറൊരു ഗൂഢാലോചന വരില്ല. ഈ അയ്യപ്പ സംഗമം എന്നത് നടന്നുകൂടാ എന്ന് നിർബന്ധമുണ്ടായിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി മാത്രമല്ല ബദൽ സംഗമം നടത്താൻ പറ്റുമെന്നും ആലോചിച്ചിരുന്നു. അത്തരം ശക്തികൾക്കൊക്കെയുള്ള പങ്ക് എന്താണെന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അതേസമയം അന്വേഷണം പൂർത്തിയാകുമ്പോൾ എന്തായാലും കുറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ ആരൊക്കെയാണ് നേരിട്ട് പങ്കെടുത്തത്, അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് പിന്തുണ നൽകിയത് ആരൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരും. ഇവർ കൂടി നിയമത്തിൻ്റെ മുന്നിൽ വരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നൽകിയിട്ടുണ്ട്. ഭദ്ര.